കൈക്കൂലി ആരോപണം നിഷേധിച്ച് പുരാവസ്തു തട്ടിപ്പ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ മോൺസൺ മാവുങ്കൽ പ്രതിയായ പോക്സോ കേസിലെ ഇരയെ പരാതിക്കാർ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി YR റസ്റ്റം പറഞ്ഞു. പരാതിക്കാരുടെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തി. അതിനിടെ മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ നിന്ന് ചില വസ്തുക്കൾ കാണാതായതായി ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിച്ചു. പുരാവസ്തു തട്ടിപ്പ് കേസിൽ അന്വേഷണം വേഗത്തിലാക്കാൻ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി YR റസ്റ്റം 1,25,000 രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് പരാതിക്കാരുടെ ആരോപണം. എന്നാൽ ഇക്കാര്യം റസ്റ്റം നിഷേധിച്ചു. ഹവാല ഇടപാട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന ആശങ്ക കാരണം നൽകിയ വ്യാജ പരാതിയാണ്. അന്വേഷണം ഏറ്റെടുക്കുന്നതിന് മുൻപ് തനിക്ക് കൈക്കൂലി നൽകിയെന്നാണ് ആരോപണം. പോക്സോ കേസിലെ ഇരക്ക് പരാതിക്കാർ പണം നൽകിയെന്നും ഡിവൈഎസ്പി. നേരത്തെ സെൻട്രൽ യൂണിറ്റ് തന്നെ എൻഫോഴ്സ്മെന്റിലേക്ക് കത്തയച്ചിരുന്നു. അപ്പോൾ അന്ന് ഇവർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് എൻഫോഴ്സ്മെൻറ്റ് അറിയിക്കരുതെന്ന്. ഞാൻ നിർബന്ധം അറിയിക്കും. കാരണം 7,90,00,000 രൂപ ഇവർ മോൺസൺ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ബാങ്കിൽ നിന്ന് എടുത്തതായിട്ട് ഒരു രേഖയില്ല. പരാതിക്കാരനായ ഷമീർ മോൺസന്റെ മകനുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥൻ പുറത്തുവിട്ടു. അതിനിടെ കൈക്കൂലി ആരോപണത്തിൽ പരാതിക്കാരായ യാക്കൂബ്, ഷമീർ എന്നിവരുടെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തി. ഈ കേസിലൊക്കെ കുറ്റം ചെയ്ത പല ആളുകളും പരാതിക്കാരായി വരുന്നു. അതേപോലെ പല കേസിൻ്റെയും രേഖകൾ പരിശോധിക്കുമ്പോൾ അതിലൊക്കെ പറയപ്പെടുന്ന പല വ്യക്തികളെയും കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുന്നു. അതിനിടെ മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തി. നിരവധി സാധനങ്ങൾ നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള വീട്ടിൽ മോഷണം നടന്നുവെന്ന് മോൺസന്റെ മകൻ പരാതി നൽകിയിരുന്നു. വീട് വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി മോൺസണും കോടതിയെ സമീപിച്ചിരുന്നു. കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.